നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവളുടെ അഭിനയം കണ്ടില്ലേ ഇവൾക്കൊരു ഓസ്കാർ കൊടുക്കണം എന്ന് നിങ്ങളാരെങ്കിലും കളിയാക്കിയോ അങ്ങനെയോ എങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊരു സ്റ്റോറിയാണേ. ഒരു ദിവസം ഞാൻ നഴ്സിംഗ് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ വീക്കെൻഡ് ആയപ്പോൾ ഞങ്ങൾക്ക് അസൈൻമെൻറ്റ്സും അങ്ങനെയൊന്നും സബ്മിറ്റ് ചെയ്യാനൊന്നും ഇല്ല ആ വീക്കിൽ. അപ്പോൾ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ഹോസ്റ്റലേഴ്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് ഈ ആഴ്ച നമുക്ക് സിനിമ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫോണിൽ ഒരാൾ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് അതും എല്ലാവരും നമ്മുടെ സ്റ്റഡി ടൈം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയം എല്ലാവരും ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും കൂടെ ഒരാളുടെ റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ മെഡ് സർജൻ്റെ എല്ലാ കട്ടി കൂടിയ പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും മെഡ് സർജനും എല്ലാം എടുത്ത് പൊക്കി വെച്ചിട്ട് ഞങ്ങൾ ഫോണാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാണാനുള്ളവരെല്ലാം ഇരിക്കുക. അപ്പോൾ ആ റൂമിൽ 3 ബെഡാണുള്ളത്. ആ 3 ബെഡിൽ ഞങ്ങൾ ബാക്കി ഇത്രയും പേരും വന്നാൽ 10-12 പേരോളം ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഫോൺ അവിടെ ചാരി വെച്ചിട്ടുണ്ട്, ഞങ്ങളവിടെ ബാക്കിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഈ എന്താ പറയുക ഒരു ആവേശത്തിന് ആ സമയത്ത് ഞാൻ കാലിൽ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പം അങ്ങനെ ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ റൂമിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇരുന്നത് അത്രക്ക് കറക്റ്റായിട്ടല്ല, കാരണം സിനിമ കാണുന്നൊരു കംഫോർട്ട് പൊസിഷനിലൊന്നും അല്ല ഞാൻ ഇരുന്നത്. കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇരുന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ മൂവിയുടെ ഫ്രണ്ട് അതൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചു. അപ്പോൾ നമ്മൾ സ്കിപ്പ് അടിക്കാനും ഒക്കെ പോവാം. അപ്പം എന്താ പറയുക, അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. സിനിമയുടെ പേരിങ്ങനെ എഴുതി കാണിച്ചതും ഞങ്ങളുടെ ഡോറിൽ ടം കൊട്ടുവെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ വെച്ചാൽ ഇതാരാ ഈ രാത്രിയിൽ വന്നിട്ട് കൊട്ടുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും തന്നെ സിനിമ കാണാനായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. അങ്ങനെ ആരും മാറിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറച്ച് വർഷമായില്ലേ, അതുകൊണ്ട് ഓർമ്മ കുറച്ച് എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കൊട്ട് കേട്ടിട്ട് അപ്പോഴത്തേന് ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ക്ലാസ്സിലുള്ള ആരുമല്ല. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വാർഡൻ സിസ്റ്റർ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞങ്ങളെല്ലാം സൗണ്ടെല്ലാം കുറച്ച്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ല. ഞങ്ങൾ കാരണം പതുക്കെ പമ്മി എല്ലാവരും വന്ന് ഒരു റൂമിൽ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെ ഒരു ഉറങ്ങുന്ന ലൈറ്റ് ഓഫ് ചെയ്യേണ്ട സമയമാണ്. നമ്മൾ സിനിമ കാണാനെല്ലാം ലൈറ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ അവിടെ ഇരിക്കുക. അപ്പോൾ ഈ കൊട്ട് കേട്ടിട്ട് ഞങ്ങളുടെ ആ റൂമിൽ 3 പേരാണുള്ളത്. അപ്പം ഈ കൊട്ട് കേട്ടിട്ട് ആ റൂമിലുള്ള ഒരാൾ പോയി ഡോറ് തുറന്നു. അപ്പോൾ ആ ഡോറിൻ്റെ അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി, സിസ്റ്ററാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഈ ഡോറ് തുറന്ന ആളുടെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഡോറ് തുറന്ന ആൾ അവിടെ തുറക്കുന്നു, ആ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഒരാൾ ഒളിച്ചു നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കട്ടിലിനടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഈ ഡോറ് തുറക്കുന്ന സമയത്ത് അപ്പോൾ ബാക്കി എല്ലാവരും കട്ടിലിനടിയിൽ, പിന്നെ ആ റൂമിലുള്ള ബാക്കി 2 പേർക്ക് കുഴപ്പമില്ല. ഒരാൾ ഡോറ് തുറന്നു, ബാക്കി 2 പേർ അവിടെ ഉണ്ട്. പക്ഷേ എനിക്കുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നായിട്ട് ചാടി കട്ടിലിനടിയിലോട്ട് കയറാനായിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ അങ്ങ് കിടന്നു, ആ ബെഡിൽ ഇങ്ങനെ കിടക്കുക. അപ്പം അതായത് നമ്മൾ വേറെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ഓൾറെഡി നമ്മൾ ഉറങ്ങുമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അവിടെ അങ്ങ് കിടക്കുക. അപ്പോൾ ഈ സിസ്റ്റർ വന്നിട്ട് എന്താ നിങ്ങൾ എടുക്കുന്ന ഈ റൂമിൽ എന്താ ഇത്ര ബഹളം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അനങ്ങാതെ, ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞിങ്ങനെ അനങ്ങാതെ നിൽക്കുക, നമ്മൾ ബഹളം വെച്ചില്ല. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും നമ്മളിങ്ങനെ പാവത്തങ്ങളുടെ കണക്ക് നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേന് സിസ്റ്റർ കുറേ വഴക്ക് പറയാം, നാളെ കംപ്ലയിൻറ്റ് ചെയ്യും, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറയുകയാണേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഒടുക്കത്തെ അഭിനയം ആ കട്ടിലേക്ക് കിടന്ന് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ സംഭവം ഇവിടെ നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പറയും, എന്ത് നിങ്ങൾ ഇവിടെ എടുത്തോണ്ടിരുന്നയാ എന്നുള്ള ഞാൻ ഉറക്കം അഭിനയിക്കുക. അപ്പോഴത്തേനും എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം കട്ടിലിനടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. കാരണം ഈ സിസ്റ്റർ അത്രയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ എന്തോ എടുക്കുമായിരുന്നു സിനിമ. ബാക്കി എല്ലാവരും എണീറ്റ് വാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പൊക്കി, ഞങ്ങളെല്ലാം തൂക്കിയല്ലോ നാഥാ. അങ്ങനെ ഞങ്ങളെ തൂക്കി. അങ്ങനെ പൊക്കി കഴിഞ്ഞിട്ട് എന്നിട്ടും എൻ്റെ അഭിനയം നിർത്തുന്നില്ല. എനിക്ക് എന്ത് തോന്നിയിട്ടാണ് എനിക്കറിയത്തില്ല. ഞാൻ എന്താ അങ്ങനെ കാണിക്കാൻ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അഭിനയം നിർത്താതെ അവിടെ കിടക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കില്ലേ, ഇങ്ങനെ കൈയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ എന്താ ഇവിടെ നടക്കുന്ന, ആരാ എൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തേ എന്നുള്ള രീതിക്ക് ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇങ്ങനെ നോക്കുക. ആദ്യമായിട്ട് ഇങ്ങനെ ഉറങ്ങി കിടന്ന് ഞാൻ സമാധാനമായിട്ട് ഉറങ്ങി കിടന്നിട്ട് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ശല്യങ്ങൾ വന്നല്ലോ എന്നുള്ളത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോഴത്തേന് സിസ്റ്റർ കാണും കേട്ടോ. സിസ്റ്റർ ഓൾറെഡി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അഭിനയം, ഇത്രയും ബാക്കി ആൾക്കാരെല്ലാം കട്ടിലിനടിയിൽ പൊങ്ങി വന്ന്. എന്നിട്ടും സിസ്റ്റർ പറയുക അവളുടെ അഭിനയം നോക്കുക, അവൾക്കൊരു ഓസ്കാർ കൊടുക്കണമെന്ന് എന്നെ നോക്കിയിട്ട് പറയുക. അപ്പോഴും ഞാനിത് കേട്ടിട്ടിങ്ങനെ അപ്പോഴെങ്കിലും എണീക്കണമല്ലോ, ഇല്ലെങ്കിൽ സിസ്റ്റർ അവിടെ നിന്ന് പോത്തുമില്ല, വാർഡൻ സിസ്റ്റർ അവിടെ നിന്ന് പോത്തുമില്ല. ഞാനവിടെ അഭിനയിച്ച എനിക്ക് ചിരി പൊട്ടി
ചിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാനാണെങ്കിൽ വെച്ചിങ്ങനെ പതുക്കെ പമ്മി എന്താ ഉറക്കത്തിൽ നിന്ന് ഇവരെന്ത് പറയുന്നുള്ള അർത്ഥത്തിൽ ഞാനിങ്ങനെ നോക്കി. അപ്പോഴാണ് ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞത്, ഇവളുടെ അഭിനയം കണ്ടില്ലേ, ഓസ്കാർ കൊടുക്കണമെന്ന്, ഉറക്കം കണ്ടില്ലേ എന്നൊക്കെ. അങ്ങനെ അതാണ് എനിക്ക് കിട്ടിയ അംഗീകാരം. ഇവളുടെ അഭിനയം കണ്ടില്ലേ. ഇങ്ങനെ രസകരമായിട്ടുള്ള സ്റ്റോറീസ് നിങ്ങളുടെ ഹോസ്റ്റലിലും ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ ഇപ്പോഴും ഞങ്ങളെ ഫ്രണ്ട്സ് പറഞ്ഞ് ചിരിക്കുന്ന കാര്യമാണ്.